ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി തന്നെയാണ് ഇത്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പത്തിരി ആയിരുന്നു ചെയ്തിരുന്നത്. പത്തിരി മുട്ടക്കറി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വീഡിയോ കണ്ടു നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ആ എണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ അല്പം ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്യും. അതൊന്ന് വേഗത്തിൽ വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നിറന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പും കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. വലിയ പച്ചമുളകാണെങ്കിൽ 2 കട്ട് ചെയ്തെടുക്കുക, ചെറിയതാണെന്നുണ്ടെങ്കിൽ 3 വരെ എടുക്കാം. അധികം എരിവ് വേണ്ട ഈ ഒരു കറിക്ക്, അതുകൊണ്ട് മുളക് പൊടിയും കുറച്ചേ ചേർക്കുന്നുള്ളൂ, പച്ചമുളകും കുറച്ച് തന്നെ ചേർക്കുള്ളൂ. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു തക്കാളി അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കും. മീഡിയം സൈസ് ഒരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വെക്കുക. അപ്പോൾ ഒന്ന് നന്നായിട്ട് വാടി വരും. ഈ ഒരു സമയത്താണ് ഞാൻ അതിലേക്കുള്ള തേങ്ങ അരച്ചെടുത്തത്. 2 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ടതൊന്ന് അരച്ചെടുത്തു. ഇത് നന്നായിട്ട് അരച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ തക്കാളി വാടി വരാനായിട്ട് മാറ്റി വെച്ചിരുന്ന തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അത് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 മിനിറ്റ് തിളയ്ക്കാനായിട്ട് വെക്കുക. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഒന്ന് നന്നായിട്ട് തിള വന്നിട്ട് അതിന് ശേഷമാണ് അരച്ച് വെച്ചിരുന്ന ആ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. ആ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ മിക്സി ഒന്ന് ചുഴറ്റിയിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ മിക്സി ഒരു പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് ചുഴറ്റി ഒഴിച്ചപ്പോൾ മൊത്തം 1 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ വെള്ളം വരെ ഒഴിച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ഒഴിച്ച 1/2 കപ്പ് വെള്ളം, ടോട്ടൽ 2 കപ്പ് വെള്ളം, ഏകദേശം 2 കപ്പോളം മതി, അതിൽ കൂടണ്ട. ഏകദേശം 2 കപ്പ് വരെ ഒഴിച്ച് കൊടുക്കുക. അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിരുന്നത് 4 മുട്ടയാണ്. 4-5 മുട്ട നിങ്ങൾക്ക് എടുക്കാം. അതൊന്ന് പൊട്ടിച്ചൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട, ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒഴിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം കൂട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. അതിനുശേഷം 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇളക്കി കൊടുക്കരുത് കേട്ടോ. മുട്ട അതിൽ കിടന്നിട്ട് അങ്ങ് വെന്ത് വരണം. അതിന് ശേഷം ഇളക്കി കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് എന്തായാലും അവിടെ കിടന്ന് തിളയ്ക്കണം. അതിന് ശേഷമാണ് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ മുട്ടയ്ക്ക് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഒരു സൈഡ് വേവായൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ വലിയ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വേഗത്തിലൊരു മുട്ടക്കറി തയ്യാറാക്കി എടുക്കാറ്. പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അധികം പേർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം.
പിന്നെ ഞാൻ അന്നത്തെ ദിവസം ഇതിൻ്റെ കൂടെ പത്തിരിയാണ് ഉണ്ടാക്കിയിരുന്നത്. ആദ്യം ഞാൻ പത്തിരിക്ക് വാട്ടി വെച്ച് അതിന് ശേഷമാണ് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പത്തിരി കുഴച്ച് പരത്തി ചുട്ടെടുത്തു. തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടക്കറി ഇനി ഒരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.